ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ചീരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ രുചികരമായ ചീരത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ കെട്ട് ചീര, ചുവന്ന ചീരയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കി വെക്കണം. അതിലേക്ക് അരക്കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ ചതച്ച മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി 4-5 അല്ലി, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം. ഇത്രയും കൂടെ ഒന്ന് ചതച്ച് വയ്ക്കാം. ഇനി ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിയാണ്. 1.5 ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുക്കാം. ഈ അരി ഒന്ന് പൊരിഞ്ഞു വരണം. ചീരയിൽ അരി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ആ തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഞാൻ അരപ്പൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. തീ കുറച്ച് വെച്ചിട്ട് ചീര നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചീര ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചീര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കുറച്ച് സമയം കൂടി നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തോരൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.